അവിടെ വരുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് 2012 അൾട്ടേഴ്സ് ജി എന്നുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി സെയിലായി പോയി. വീഡിയോയിൽ കിട്ടുമെന്ന് വിചാരിച്ച വണ്ടിയായിരുന്നു. 3.5 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി സെയിലായി പോയത്. 1 ലക്ഷത്തിന് താഴെ ഓടിയിട്ടുള്ള നല്ല കിടിലൻ വണ്ടിയായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് അടിപൊളി ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്തത് ഇത് റിഡ്സ് 2015 മോഡലാണ്. ഡീസൽ ആണ്. DDS എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. എല്ലോയ് വീൽസ് കാണുന്നുണ്ട്. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? ZDI ABS എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. അപ്പം കമ്പനി ഇൻബിൽട്ട് എല്ലോയ്സ് തന്നെയാണോ ഇത്? മാരുതിന്റെ ലോഗോ കാണുന്നുണ്ട്. യെസ്, കമ്പനി എല്ലോയ്സ് വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ, ബാക്ക് സെൻസേഴ്സ് വരുന്നില്ല, പക്ഷെ ABS വരുന്ന വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ എയർ ബാഗ് വരുന്നുണ്ടാവും. ഡ്യുവല്. ഇത്രയൊക്കെ ആയിരിക്കും. ZDI റിഡ്സിലേക്ക് വരുന്നതിനുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ, ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? അത് ഒന്നിന്റെ ബോളിലേക്ക് ഓടിക്കുന്നത്. നല്ല കണ്ടീഷൻ ആണോ? അതെ, നല്ല കണ്ടീഷൻ ആണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 3.55 ആണ് ചോദിക്കുന്നത്. 3.55 കുറയും? മാക്സിമം നമുക്ക് നോക്കാം. കേരള ഒറിജിനൽ കേരള വണ്ടിയല്ലേ? അതെ അതെ. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാറ് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് കാറ് മേടിക്കാൻ പറ്റുന്ന മാസം മാർച്ച് മാസമാണെന്നുള്ളത്. ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ഓഫർ പ്രമാണിച്ചുകൊണ്ട് മാക്സിമം സ്റ്റോക്ക് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് നമ്മളെ കോഴിക്കോട് റൈറ്റ് സൈഡിൽ കാണുന്നത് AM മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂ ആണ്. ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം 75ഓളം വണ്ടികളുണ്ട്. ഇതിനകത്ത് കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള സ്റ്റോക്സ് അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ ഇവർ ഓഫർ റേറ്റ് സെയിൽ ഔട്ട് ചെയ്യാണ് ഫണ്ടിന് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഓഫറുള്ള ഓരോ വണ്ടികളൊക്കെ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. 100K സബ്സ്ക്രൈബേഴ്സ് വന്നേരം ഒരു കാർ ഗിവ് അവേ കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പം ഗിവ് അവേൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോൻ്റെ അകത്ത് പുതിയൊരാളെ പരിചയപ്പെടുത്തരാണ്ട്. ജസീലത്താ ഓടിരി നോമ്പൊക്കെയാണ്, ക്ഷീണമൊന്നും ഇല്ലല്ലോ? സെറ്റ് അല്ലേ? വണ്ടിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയില്ലേ? തുടങ്ങല്ലേ എന്നാല്? ഇത് 2011 മോഡൽ i10 സ്പോർട്സ് ആണ്. 87,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് 1,75,000. എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് ഒക്കെ ചെയ്തു തരൂ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ബാക്ക് ക്യാമറ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ. അതേപോലെ തന്നെ ബാക്ക് സെൻസേഴ്സ് ഇല്ല. ബാക്ക് വൈപ്പർ ഉണ്ട്, ഡിഫോഗർ വരുന്നുണ്ടാവും. ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റം ഒന്നും കാണുന്നില്ല, പക്ഷേ ബാക്ക് ക്യാമറ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. എഞ്ചിൻ വരുന്നത് 2011 ഫേസ് ലിഫ്റ്റഡ് വണ്ടി അതിനെക്കൊണ്ട് VT എന്നുള്ള എഞ്ചിനിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഏകദേശം 13, 15, 17 വരെ ആയിരിക്കും. കാരണം എഞ്ചിൻ വരുന്നത് കാപ്പയല്ല, കാപ്പ 2 ആണ്. കുറച്ചും കൂടെ റിഫൈൻഡ് ആയിരിക്കും. പെർഫോമൻസ് ഓറിയന്റഡ് മാറിയിട്ട് നേരെ മൈലേജിന് വേണ്ടിയിട്ടായിരിക്കും. ഇതിന് മൈലേജ് പറഞ്ഞു. നമ്മൾ ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ട്? ലോൺ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ വണ്ടിക്ക്. ഫുൾ ലോൺ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? ഈ 1.25 എന്നുള്ള റേറ്റ് ഇനി കുറയൂലേ? മാക്സിമം കുറച്ച് തരും. മാക്സിമം കുറച്ച് കൊടുക്കും. ഓക്കെ. അടുത്ത് ഇത് ഡാറ്റ്സൺ റെഡിഗോ 2017 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് T ആണ്. T എന്നുള്ള ഓപ്ഷൻ, അതായത് അന്നിറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ തന്നെയായിരിക്കും. 800cc ആണ്, അല്ലെങ്കിൽ 1 ലിറ്ററിന്റെ ബാഡ്ജിങ് കാണുന്നില്ല. KL 40 രജിസ്ട്രേഷൻ ആണ്. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇത്ര കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? 58,000 കിലോമീറ്റർ. ഓക്കെ. റേറ്റ് എത്ര വരുന്നത്? 1.85 ആണ് ചോദിക്കുന്നത്. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഫുൾ ലോൺ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. സിബിൽ ഉള്ളവർക്ക് ഫുൾ ലോൺ. ഓക്കെ. ഇത് ഇറോൺ പ്ലസ് 2014 മോഡല്. ഇത് 97,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 87,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 1,75,000 ആണ് ആസ്കിംഗ് പ്രൈസ്. 1.75 2014 യോണറ പ്ലസ് 800cc വണ്ടി ആയിരിക്കും. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ഫീച്ചർ സൈഡിൽ വരുന്നുണ്ടാവും. അത്യാവശ്യം ഷേപ്പ് കാണുന്നുണ്ട്. നല്ല വണ്ടിയാണോ? അതെ, നല്ല വണ്ടിയാണ്. ഫുൾ ലോൺ ആണ് എല്ലാത്തിനും കൊടുക്കുന്നത്. ഫുൾ ലോൺ കൊടുക്കും. അതെ. ഇത് മൈക്രോ എക്സൽ ആണ്. 2017 മോഡലാണ്. 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണല്ലേ? അതെ, പെട്രോൾ. 1200cc എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. XL എന്നുള്ള വേരിയന്റ് മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് വരിക. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസേ വരുന്നുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഐപോപ്പിന്റെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ഡോർ ഗാർഡ്സ് ചെയ്തിട്ടുണ്ട്. ഇൻബിൽട്ട് സ്റ്റീരിയോ വരുന്നില്ല. ആംബ്രസ്റ്റ് ആഫ്റ്റർ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ബേസിക് ഫീച്ചേഴ്സ്. 1.2 ലിറ്റർ എഞ്ചിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം 13-15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. ഇത്ര റേറ്റ് എത്രയാണ്? 3.25 ആണ് ചോദിക്കുന്നത്. പക്ഷേ മാക്സിമം നമുക്കൊരു 3.5 3 താഴ്ത്തി കൊടുക്കാൻ പറ്റും. 3 കൊടുക്കാൻ പറ്റും. ലോൺ എന്തായാലും ഫുൾ ലോൺ കയറുന്ന റേറ്റ്. അതെ, ഫുൾ ലോൺ കയറുന്ന റേറ്റ് ആണ്. വണ്ടിക്ക് നിലവിൽ എന്താ കണ്ടീഷൻ? എന്താ നല്ല കണ്ടീഷൻ. അടുത്ത് ഇത് റിഡ്സ് 2015 മോഡലാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. VVT എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. പെട്രോൾ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ പെട്രോൾ. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, അതേപോലെ തന്നെ ബാക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്.
റിറ്റ്സ് ന്യൂ ജനറേഷൻ അതിനെക്കൊണ്ട് 1200cc നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിൽ തന്നെ നമുക്ക് ഏകദേശം 15ൻ്റെ അടുത്ത് തന്നെ മൈലേജ് കിട്ടുന്ന യൂസർ റിവ്യൂസ് കാണാറുണ്ട്. പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ മൈലേജ് ഈ ഒരു ഷേപ്പിന് വരുന്നുണ്ടാവും. കിലോമീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 90,000 റേഞ്ചിൽ കിലോമീറ്റർ ഉണ്ട്. വണ്ടിക്ക് റേറ്റ് എത്രയാ? 340 ഓക്കെ. ലോണൊക്കെ ഫുൾ ഓൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാൻ വേണ്ടി ബാങ്കിന്റെ ഓരോന്ന് ആൾക്കാരെ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓ ആയിക്കോട്ടെ, ശരി. അത് പറഞ്ഞിട്ടില്ല. നല്ല വണ്ടിയാണോ? നല്ല വണ്ടിയാ. ആയിക്കോട്ടെ. ഇത് ഓൾട്ടോ 800 ആണ്. 2022 മോഡലാണ്. ആകെ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? ഒറിജിനൽ കിലോമീറ്റർ അല്ലേ? അതെ അതെ അതെ, ഒറിജിനൽ ആണ്. ഓക്കെ, ഒറിജിനൽ കിലോമീറ്റർ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXi ആണ്. VXi നെ കൊണ്ട് ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. 2022 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയെ കൊണ്ട് തന്നെ നമുക്ക് 2 എയർ ബാഗ് 2022 VXiയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ. ഇന്റീരിയേഴ്സ് അത്യാവശ്യം നീറ്റാണ്. 2022 വണ്ടി അതിനെ കൊണ്ട് ട്രൂ വാല്യൂന്റെ വാറന്റി ഒരു വർഷം കിട്ടൂലേ? 1 ഇയർ വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി ട്രൂ വാല്യൂന്റെ കിട്ടുന്നുണ്ടാവും. അത് പോരാതെ തന്നെ 2025 വരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കമ്പനി വാറന്റി 3 വർഷത്തേക്കുള്ളത് കിട്ടേണ്ടതുമാണ്. 3-ാം മാസം 2022 വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ കൂടെ ആയിട്ട് ലാസ്റ്റ് നിങ്ങൾ വലിയ വില പറയുമോ? ഇല്ല, 395 ഉള്ളൂ നമ്മളെ ആസ്കിംഗ് പ്രൈസ്. കുറയും മാക്സിമം നമുക്ക് നോക്കാം. മാക്സിമം കുറയും. നല്ല റേറ്റ് ആണ്. ശരിക്കും നമ്മുടെ ട്രൂ വാല്യൂന്റെ വാറന്റിന്റെ കൂടെ തന്നെ നമുക്ക് 3 ഫ്രീ സർവീസ് കിട്ടുന്നുണ്ടും. 6 മാസമായാലും 1 ഇയർ ആണെങ്കിലും അതിൻ്റെ അകത്തൊരു കസ്റ്റമർ കിട്ടുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് സംബന്ധിച്ചിടത്തോളം ഓരോ ഫ്രീ സർവീസിനും 4,500 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ 3 ഫ്രീ സർവീസ് നോക്കുന്നേരം ഏകദേശം ഒരു 15,000 രൂപയുടെ അടുത്ത് തന്നെ വാറന്റി വരുന്ന പാർട്സ് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ട്രൂ വാല്യൂ തന്നെ മാറ്റി കിട്ടുന്നുണ്ടാവും ഓതറൈസ് സർവീസ് സെന്ററിൽ നിന്ന്. അത് കൂടാതെ തന്നെ ഫ്രീ ആയിട്ടുള്ള സർവീസും കൂടി ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുന്ന നേരം നല്ല റേറ്റ് ആണ്. പൈസക്കുള്ള മുതലുണ്ട്. ഓ ആയിക്കോട്ടെ. ഓൾട്ടോ 800 ആണ്. 2021 മോഡലാണ് ഇത്. പിന്നെ 21 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് വെറും 21 ആണോ? 21,000 കിലോമീറ്റർ. 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബാക്കിൽ ക്രോമിന്റെ ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. VXi എന്നുള്ള ഓപ്ഷൻ ആണ്. ബാക്ക് സെൻസേഴ്സ് കാണുന്നുണ്ട്. അതേപോലെ ക്രോമ് ബാക്കിൽ ചെറിയ മോഡിഫിക്കേഷൻസും കാണുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ VXi കൊണ്ട് തന്നെ AC പോർഷനും ഫ്രണ്ട് ഡൂഡോർ പവർ വിൻഡോസ് എന്നുള്ളതിന് പുറമെ ആയിട്ട് 2 എയർ ബാഗ് 2019 നിയമപ്രകാരം നമുക്ക് ലഭിക്കുന്നുണ്ടാവും. വാറന്റി കിട്ടുന്ന വണ്ടിയല്ലേ ഇതും? അതെ 1 ഇയർ വാറന്റി ഉണ്ട്. വാറന്റി കിട്ടുന്ന വണ്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 15,000 രൂപയുടെ അടുത്ത് നമുക്ക് ഫ്രീ സർവീസിന് 3 ഫ്രീ സർവീസ് കിട്ടുന്നുണ്ടോ. 1 ഇയർ വാറന്റി കിട്ടുന്നുണ്ടാവും. തേയ്മാനം വരാത്ത ക്ലച്ച് ബ്രേക്ക് ടയർ പോലുള്ള പാർട്സ് ഒക്കെ ബാക്കി ഒക്കത്തിന് വാറന്റി കിട്ടൂലേ? അതെ കിട്ടും. ആയിക്കോട്ടെ. റേറ്റ് എത്ര വരുന്നത്? 385. ഇനി കുറയോ? മാക്സിമം കുറയ്ക്കാം. അടുത്ത 2016 ഡിസംബർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഹോണ്ടയുടെ അമേസ് ആണ്. ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എന്നുള്ള വേരിയന്റ് അതിനെ കൊണ്ട് തന്നെ നമുക്ക് AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സിന് പുറമേയായിട്ട് ബാക്ക് സെൻസേഴ്സും ബാക്ക് വൈപ്പേഴ്സും കിട്ടുന്നുണ്ടാവും. ഡീസൽ എഞ്ചിനാണ്. ഏകദേശം 20ന്റെ പുറത്ത് നമുക്ക് മൈലേജ് കിട്ടുന്ന ഹോണ്ടയുടെ 1.5 ലിറ്റർ എഞ്ചിനായിരിക്കും MAസിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നിലവിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 1,10,000 കിലോമീറ്ററിന് അടുത്താണ്. കംപ്ലീറ്റ് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിക്ക് ഇവിടെ ചോദിക്കുന്ന റേറ്റ് 4,400 മാക്സിമം ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടാവും പ്രൊഫൈൽ ഡിപ്പെൻഡഡ് ആയിട്ട്. അടുത്തത് i10 ആണ്. ഇത് 2020 ഒരു 10ന്റെ വ്യത്യാസമേ ഉള്ളൂ. i20 2017 മോഡലാണ്. 2016 i20 പെട്രോൾ 1.2 ലിറ്റർ എഞ്ചിൻ. ആസ്റ്റ ആണോ? ഇത് ആസ്റ്റ ഓപ്ഷൻ ആണോ? ഓപ്ഷൻ ആണ്. ആസ്റ്റന്റെ ബാഡ്ജിങ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ OE എല്ലാ വീൽസ് വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി എന്നെ കൊണ്ട് വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. ഫീച്ചർ സൈഡിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് 4 എയർ ബാഗ് ആയിരിക്കും 2016 ആസ്റ്റ് ഓപ്ഷനിൽ വരുന്നത്. ഇത് 4 കാണുന്നുള്ളൂ. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, OE എല്ലാ വീൽസ് എല്ലാം വരുന്നുണ്ടാവും. 13 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടാം. 15 വരെയൊക്കെ മാക്സിമം യൂസർ റിവ്യൂസിൽ കാണാറുണ്ട്. എങ്ങനെയാ അതിന്റെ ബാക്കി കാര്യങ്ങൾ? 10,000 കിലോമീറ്റർ ആണ് ഓടിയത്. 485 ആണ് ആസ്കിംഗ് പ്രൈസ്. നല്ല വണ്ടിയാണോ? നല്ല വണ്ടിയാണ്. ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ഫുൾ ലോൺ ആക്കി കൊടുക്കുക. എല്ലാ വണ്ടിക്കും മാക്സിമം ഫുൾ ലോൺ ആണ് ആക്കി കൊടുക്കല്. ഓക്കെ. റേറ്റ് ഫൈനലല്ലോ കുറയൂലേ? കുറയും. അടുത്തത് ഇത് ടെറാനോ 2014 മോഡലാണ്. 2014 മോഡലാണ്. വേരിയന്റ് ഏതാ? XL ആണോ XV ആണോ? XL എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. ടെറാനോ ഡീസലില് നമുക്ക് 2 വേരിയന്റ് വരുന്നുണ്ട്. അതായത്
85 PS ഉണ്ട് 110 PS ഉണ്ട്. ഏതാണിത്? 800. 85 ഓക്കെ 85 PS ആണ്. ബാക്ക് സെൻസേഴ്സ് ബാക്ക് വൈപ്പർ ഒക്കെ വരുന്നുണ്ടാവും. 85 PS ടെറാനോ. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? 77,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? അതെ 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ എയർ ബാഗ് സിംഗിൾ വരുന്നുണ്ടാവും. വണ്ടി അത്യാവശ്യം നീറ്റാണ്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ലല്ലോ? ഇല്ല. റേറ്റ് എത്ര ചോദിക്കുന്നത് 2014 ടെറാനോന്? 435. നമുക്ക് ലോണൊക്കെ നമുക്ക് സിവിൽ നോക്കിയിട്ട് ചെയ്യാം. മാക്സിമം ലോൺ ആക്കി കൊടുക്കാം. ഇതിപ്പോ ഓണർഷിപ്പ് എത്ര എത്തിയിട്ടുണ്ട്? സെക്കൻഡ് ഓണർഷിപ്പാ. സെക്കൻഡ് ഓണർഷിപ്പിൽ ആകെ 77,000 കിലോമീറ്റർ എത്തിയിട്ടുള്ളൂ. അതിനെ കൊണ്ടാണ് ഇപ്പൊ സാധാരണ നമ്മൾ ടെറാനോ 2014 വണ്ടിയൊക്കെ 3.5 കാണാറുണ്ട്, 3.25 കാണാറുണ്ട്, 3.25 കാണാറുണ്ട്. ഇത് 4 പുറത്ത് വന്നിട്ടുണ്ട്. ആ കിലോമീറ്റർ ഓടാത്തതിനെ കൊണ്ടുള്ള റേറ്റ് വ്യത്യാസം. കിലോമീറ്റർ കുറവാണല്ലോ. കിലോമീറ്റർ കുറവാണ്. അപ്പൊ വർക്കൊന്നും ഇല്ലല്ലോ ഇപ്പൊ നിലവിൽ. ഒരു വർക്കും ഇല്ല നിലവിൽ. ഡീസൽ ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും ഉണ്ട്, നല്ല വൃത്തിയുണ്ട്. എടുക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. സാധാരണ ടെറാനോ ആൾക്കാർ എടുക്കാൻ പേടിക്കുന്നത് പിന്നീട് കിലോമീറ്ററിന്റെ വ്യത്യാസം കൊണ്ട് തന്നെയാണ്. ഒരു ലക്ഷത്തിനൊക്കെ പുറത്ത് ഓടുമ്പോഴേക്കും മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടിക്ക് പ്രശ്നം വരാറുണ്ട്. ഇതിപ്പോ നിലവിൽ കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഫുൾ സർവീസ് പക്കയാണ്. അടുത്ത് 2017 മോഡൽ സീറ്റാണ്. സിയ സീറ്റ് എന്നുള്ളത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്സ് എല്ലാം വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഒക്കെ ആയിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെഡാൻ വണ്ടിയെ കൊണ്ട് ബാക്ക് ഇയർ വെൻസ്, റെയർ AC വെൻസും കൂടെ നമുക്ക് വരുന്നുണ്ടാവും. അത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 38. ആകെ 38,000 ഓടിയിട്ടുള്ളൂ. 8 വർഷം കൊണ്ട് ആകെ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടിയാണോ? അതെ, നല്ല വണ്ടിയാണ്. കാണാൻ അത്യാവശ്യം നല്ല ഷേപ്പും ഉണ്ട്. അടുത്തത് ഇത് 2016 മോഡൽ ജാസ് ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ജാസ് 1.2 ലിറ്റർ എഞ്ചിൻ. വേരിയന്റ് ഏതാ വരുന്നത്? വി എന്നുള്ള വേരിയന്റ്, അതായത് VMT ആയിരിക്കും. iVTEC എഞ്ചിൻ്റെ അകത്ത് ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നു. അതിനെ കൊണ്ട് തന്നെ നമുക്ക് എലോയ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് വൈപ്പർ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എയർ ബാഗ്സ് 2016 വീല് സിംഗിൾ അല്ല ഡ്യുവൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും ഇൻബിൽറ്റ് സ്റ്റീരിയോ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. 16 ജാസ് വി. കിലോമീറ്റർ എത്ര ഉണ്ട്? 54 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ. റേറ്റ് എത്ര ചോദിക്കുന്നത്? 4,95,000 ആണ്. 4,95,000 ആണ് റേറ്റ് വരുന്നത്. ഫൈനൽ അല്ലല്ലോ? അല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം, കുറഞ്ഞു കൊടുക്കാം. നല്ലപോലെ കുറയും. കസ്റ്റമേഴ്സ് കുറച്ച് കുറയും. എങ്ങനെ കുറയുന്ന? മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് അത് കേട്ടാ മതി. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി ഫുൾ ലോൺ ആണ്. മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. ഫുൾ ലോൺ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല പ്രൊഫൈൽ ആവണം. നല്ല വണ്ടിയാണ്. വേറെ പണിയൊന്നുമില്ലല്ലോ? ഇല്ല, ട്രൂ വാല്യൂ മെക്കാനിക്കൽ ഓടിച്ചു വെച്ച വണ്ടിയാണ്. ആയിക്കോട്ടെ, ശരി. ഇത് നെക്സോൺ 2019 മോഡലാണ്. XM ആണ് വരുന്നത്. XM എന്നുള്ള വേരിയന്റ് പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ ആണ്. വണ്ടി ലോക്കാണ്. AMT ട്രാൻസ്മിഷൻ ആണ്. ഗിയർ ബോക്സ് വരുന്നുണ്ടാവുക. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ഒറിജിനൽ കിലോമീറ്റർ അല്ലേ? അതെ. XM എന്നുള്ള വേരിയന്റിൽ നമുക്ക് പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ഇങ്ങനെയുള്ള എല്ലാ ബേസിക് ഫീച്ചേഴ്സിന് കൂടെ തന്നെ ഡ്രൈവിംഗ് മോഡും കൂടെ കിട്ടുന്നുണ്ടാവും. നിലവിൽ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും നല്ല വണ്ടിയാണോ? നല്ല വണ്ടി, കണ്ടീഷനുള്ള വണ്ടിയാണ്. എങ്ങനെയായാലും ഒരു 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 19 മോഡൽ അതിനെ കൊണ്ട്. BS4 അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. AMT ഗിയർ ബോക്സും കൂടെ വരുമ്പോഴേക്കും സെറ്റായി. വില എത്രയാ? 7,40,000 രൂപയാണ്. 7,20,000 ആണ് പ്രൈസ് വരുന്നത്. 7,20,000 റേറ്റ് വരുന്നത്. ഫൈനൽ ആണോ? കുറയോ? മാക്സിമം വന്നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ മാക്സിമം കുറച്ച് കൊടുക്കാം. ലോൺ സിവിൽ സ്കോർ ആൾക്കാരെ ഇത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കും. അടുത്തത് മാരുതിയുടെ ബലേനോ ആണ്. പെട്രോൾ ആണ് ഫ്യൂൽ ഓപ്ഷൻ വരുന്നത്. ഡെൽറ്റ എന്നുള്ള മിഡിൽ ഓപ്ഷനിലായിട്ടായിരിക്കും വണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് വൈപ്പർ, ബാക്ക് സെൻസേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, അതിന് കൂടാതെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്, ഇങ്ങനെയുള്ള ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നുണ്ടാവുക. ഓട്ടോ ക്ലൈമറ്റ് AC കൂടെ വരുന്നുണ്ടാവും. നമുക്ക് ഡെൽറ്റ എന്നുള്ള വേരിയന്റിലേക്ക് വരുമ്പോഴേക്കും കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത് 60,000 കിലോമീറ്ററിന് അടുത്താണ്. ഈ വണ്ടിക്ക് ഇവിടെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6,60,000
5000 രൂപയാണ്. ഫൈനലല്ല, മാക്സിമം കുറയുന്നുണ്ടാവും. നമുക്ക് ട്രൂ വാല്യൂവിൻ്റെ 1 ഇയർ വാറൻറ്റിയും കിട്ടുന്നുണ്ടാവും. കൂടെ ഒരു 3 ഫ്രീ സർവീസും കൂടെ അവൈലബിൾ ആക്കി കിട്ടുന്നുണ്ടാവും. ലോൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ നമുക്ക് ലോൺ കിട്ടുന്നുണ്ടാവും. പെട്രോൾ വിലേനോ ന്യൂ ഷേപ്പിലേക്ക് വരുന്ന നേരം ഏകദേശം 20ൻ്റെ അടുത്ത് തന്നെ നമുക്ക് മൈലേജ് കിട്ടുന്ന മാരുതിയുടെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് കരുത്ത് പകരുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ റാപ്പ് ചെയ്യാണ്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ ജസീലത്ത നമ്മളെ വിട്ടുപോയിട്ടുണ്ട്, നോമ്പുറക്കം പോയതാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ വീഡിയോയിൽ പറയാനുള്ളത്. ചില വണ്ടികൾക്ക് നിങ്ങൾക്ക് റേറ്റ് കൂടുതലായി തോന്നാൻ സാധ്യത ഉണ്ട്. അതിനുള്ള മെയിൻ റീസൺ ഞാൻ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ വില കൂടുതൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അവർക്ക് ഫണ്ട് വേണ്ടിയിട്ട് മാക്സിമം വണ്ടികൾ അവർ വിറ്റ് ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഓഫർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ കാണുന്നവർ അഭിസൈനിങ്ങോ അഡിയോസ്.